നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സർക്കാർ 3 കൊല്ലം പൂർത്തിയാക്കുകയാണ്. പൊതു തെരഞ്ഞെടുപ്പിന് 2 കൊല്ലം കൂടി ബാക്കി നിൽക്കെ 2019-ലും എൻ.ഡി.എയും ബി.ജെ.പിയും നയിക്കുക നരേന്ദ്രമോദി തന്നെയായിരിക്കുമെന്ന പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശക്തമായ എതിർപ്പുകളൊന്നും തന്നെയില്ല. എന്നാൽ സാമൂഹ്യ സാമ്പത്തിക രംഗത്തെ വെല്ലുവിളികൾ ചെറുതുമല്ല. ചെറിയ നേട്ടങ്ങൾ കൊണ്ട് വൻ കോട്ടങ്ങൾ മറയ്ക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന ആരോപണം ശക്തമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? 4ാം കൊല്ലത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ് മാതൃഭൂമി ന്യൂസ്. മോഡിയുടെ 3 കൊല്ലം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനല്ലാതെ മറ്റ് ഒരു പ്രധാനമന്ത്രിക്കും അനുഭവിക്കാൻ സാധിക്കാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് ഭരണത്തിൽ 3 കൊല്ലം പൂർത്തിയാക്കിയ നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നത്. മന്ത്രിസഭയിലും പാർട്ടിയിലും സഖ്യത്തിലും അജയ്യൻ. മോദിയെ നേരിടുന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തും ഏകരൂപം കൈവന്നിട്ടില്ല. ശക്തിയായ ഇന്ദിരാഗാന്ധിയും 4/3 ഭൂരിപക്ഷവുമായി അധികാരത്തിലേറിയ രാജീവ് ഗാന്ധിയും ഭരണത്തിൽ 3 കൊല്ലം പിന്നിട്ടപ്പോൾ അതിശക്തമായ രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം മോദിക്ക് അനുകൂലമാണ്. എന്നാൽ ഇനിയും 2 കൊല്ലം ബാക്കി നിൽക്കുന്നു. ഉത്തർപ്രദേശിൽ നേടിയ തകർപ്പൻ വിജയത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരില്ലെന്ന വിലയിരുത്തലുകളാണ് ബി.ജെ.പിക്കുള്ളത്. യു.പിക്കൊപ്പം ഉത്തരാഖണ്ഡിലും ഗോവയിലും മണിപ്പൂരിലും അധികാരത്തിലേറുക വഴി രാഷ്ട്രീയത്തിലെ മോദിയുടെ ഗ്രാഫ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. സാമൂഹ്യ രംഗത്ത് രാജ്യത്താകമാനം നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ അമർച്ച ചെയ്യുന്നതിൽ പ്രധാനമന്ത്രിയും സർക്കാരും പരാജയപ്പെട്ടു എന്നുള്ള ആരോപണം ശക്തമാണ്. അല്ലെങ്കിൽ അവയെല്ലാം തന്നെ സർക്കാർ കണ്ടില്ലെന്നടിക്കുന്നു. പശുവറച്ച് തിന്നതിന് ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ ഒരു വൃദ്ധനെ കൊല ചെയ്തതിൽ നിന്ന് തുടങ്ങിയ ചോരക്കളി ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിക്കുകയാണ്. രാജസ്ഥാനിലെ പെഹ്ലു ഖാൻ ഇതിൽ അവസാനത്തെ കണ്ണിയാണ്. ഗോസംരക്ഷണം ചിലർക്ക് കച്ചവടമാണെന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ മുമ്പുണ്ടായതൊഴിച്ചാൽ ശക്തമായ ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാനാണ് സർക്കാരിനും ഭരണകക്ഷിക്കും താൽപ്പര്യം. ആക്രമണോത്സുകമായ ഭൂരിപക്ഷവാദത്തിനാണ് ഇന്ന് മാർക്കറ്റ്. അതോടൊപ്പം ഒരു ഭാഗം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ഭീഭത്സമായ ദേശീയതയെ, ജാർഖണ്ഡിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘമെന്ന സംശയത്തിൽ 4 മുസ്ലിങ്ങളെ തല്ലിക്കൊന്നതും കഴിഞ്ഞ ദിവസങ്ങളിലാണ്. മാംസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ, കന്നുകാലികളെ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നതിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ഇന്ത്യയിൽ കേട്ടുകേൾവി പോലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ജനങ്ങളെ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അസഹിഷ്ണുതയുടെ അങ്ങേ തലക്കിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ സർവകലാശാലകൾ നടന്നുകൊണ്ടിരുന്നതാണ്. ദളിതരായ ആളുകളോട് ഇരുന്ന പീഡനം എന്തായിരുന്നു? രോഹിത് വെമുലയുടെ കാര്യത്തിലുണ്ടായ സംഭവം എന്താണ്? ഡൽഹി സർവകലാശാലയിലുണ്ടായിരുന്ന ജെ.എൻ.യുവിലുണ്ടായത് എന്താണ്? ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം എന്തായിരുന്നു? അപ്പോൾ ദളിത് സമൂഹത്തിന് നേരെ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ എല്ലാ തരത്തിലും വംശീയ വിവേചനം നടത്തിക്കൊണ്ട് വംശീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തന്നെ സ്പോൺസർ ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇത് പാർട്ടിക്കും സർക്കാരിനുമെതിരെയുള്ള പ്രചാരണം മാത്രമാണെന്നാണ് ബി.ജെ.പിയുടെ മറുപടി. ഞാൻ ഈ സംഭവങ്ങളെ ന്യായീകരിക്കുകയല്ല, പക്ഷേ എണ്ണി നോക്കിയാൽ പോലും 4ഓ 5ഓ സംഭവങ്ങളാണ് ആകെ ഇത്രയും ഈ രാജ്യത്ത് നടന്നിട്ടുള്ളത്. അതിൽ നരേന്ദ്രമോദിക്ക് പങ്കില്ല. നരേന്ദ്രമോദി വളരെ ശക്തമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ആര് തന്നെ നിയമം കയ്യിലെടുത്താലും അവരെ ശക്തമായിട്ട് ശിക്ഷിക്കണമെന്നും അവർ പാർട്ടിക്കാരല്ല എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആകെ 5 ഒറ്റപ്പെട്ട വസ്തുക്കളെ ഇതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് മീഡിയ സർക്കാരിനെ തേജോവധം ചെയ്യുന്നതിനോ സർക്കാരിനെതിരായിട്ടുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിനോ ശ്രമിച്ചിട്ടുണ്ട്. കാർഷിക രംഗത്ത് സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടായെങ്കിലും അതിന്റെ നടപ്പാക്കൽ പാളി. മോദി അധികാരത്തിലേറുമ്പോൾ വരൾച്ചയുടെ പിടിയിലായിരുന്നു രാജ്യം. കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള വിലയിടിവ് തടയാൻ കഴിയാത്തത് രാജ്യത്തെ 70% വരുന്ന ജനങ്ങളെയാണ് ബാധിച്ചത്. പ്രധാനമന്ത്രിയുടെ അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ച ഫസൽ ഭീമ യോജന എന്ന വിള ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രയോജനം കർഷകർക്ക് ലഭിച്ചുമില്ല. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ അവസരം നൽകിയെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്.
പ്രീമിയം ഇനത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ നേടിയത് 21,500 കോടി രൂപയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കർഷകരുടെ ക്ലെയിം വെറും 4,270 കോടി രൂപ മാത്രം. അനുവദിച്ചതാകട്ടെ 715 കോടി രൂപയും. They got the premium from the farmers, but they have paid only 700 crore. It is only 3.31%. കൃഷിക്കാരൻ്റെ ആണെങ്കിൽ നട്ടെല്ലൊടിഞ്ഞു. കാർഷിക മേഖലയെക്കുറിച്ച് വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയത്. കർഷകർക്ക് എന്താണ് ഈ ഗവൺമെൻറ് കൊടുത്തത്? കൃഷിക്കാരൻ്റെ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് പറഞ്ഞ് UP തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. UP മാത്രം ഇപ്പോൾ നടപ്പിലാക്കുന്നതാണ്. ഇന്ത്യയിലെ കർഷകരും UP കർഷകരും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഇന്ത്യ ഗവൺമെൻറ് ഒരുപോലെ കാണേണ്ടതിന് പകരം UP കൃഷിക്കാരെ മാത്രം കണ്ടുകൊണ്ടിരിക്കും. കൃഷിക്കാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാവുന്ന യാതൊരു സാമഗ്രികളും ഏർപ്പെടുത്തിയിട്ടില്ല. മോഡിയോടെ 3 കൊല്ലം പരിപാടിയിൽ ഒരു ഇടവേള.